വളരെ സന്തോഷമാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് ഈ വേദിയിലേക്ക്, ഈ ഹാളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ വളരെയധികം ഹെവി ഹാർട്ടഡ് ആണ്. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടു പോകുന്നതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സലിമേട്ടൻ്റെ കാര്യത്തിൽ അത് നമുക്കൊരിക്കലും നികത്താൻ കഴിയാത്തതാണ്. അത് ഇത്ര പെട്ടെന്നൊന്നും നമ്മളാരും പ്രതീക്ഷിച്ചല്ല. അത് നമ്മളെല്ലാവരെയും ഒരു വല്ലാത്ത ഷോക്കിൽ കൊണ്ടുപോയിട്ടൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് സലിമേട്ടൻ. വളരെ ചെറിയ കുട്ടികൾ, അതായത് സിനിമകൾ കണ്ട് സംസാരിച്ച് തുടങ്ങുന്നവർ തൊട്ട് വയസ്സായവർ വരെ ഒരുപക്ഷെ അവരുടെ നിത്യജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ സലിമേട്ടൻ്റെ ഡയലോഗ്സ് പറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ളതിനപ്പുറത്തെ അതൊരു നല്ല മനുഷ്യനായിരുന്നു. 2 സിനിമകൾ മാത്രമാണ് അദ്ദേഹമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും വിളിക്കാറില്ല, എപ്പോഴും കാണാറില്ല. പക്ഷേ എപ്പോഴെങ്കിലും വിളിക്കുമ്പോഴോ അവർ കോൺസ്റ്റൻ്റായിട്ട് മെസ്സേജിലൂടെയോ ഒക്കെ ചിലപ്പോൾ സലിമേട്ടൻ്റേതായിട്ട് വരുന്ന, ഞാൻ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫോൺ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം അയച്ചിട്ടുള്ള ഇപ്പോൾ കുറേ നാൾ മുന്നെയാണ് എനിക്ക് ലാസ്റ്റ് മെസ്സേജ് വന്നേക്കണം. അപ്പോൾ അദ്ദേഹം ചില ഫോർവേഡ് മെസ്സേജുകൾ അയക്കാറുണ്ട്, വളരെ അർത്ഥവത്തായിട്ടുള്ള, നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള. അദ്ദേഹവും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ, അതായത് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ നിലപാടുകൾ, അത് എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ആ നിലപാടുകൾ തുറന്നു പറയാൻ ഒരു തരത്തിലുള്ള മടിയും സധൈര്യം അദ്ദേഹം പറഞ്ഞിരുന്ന അത്രയും നിലപാടുള്ള, നമ്മുടെ ചുറ്റിലും അത്തരത്തിലുള്ള വ്യക്തികൾ കാണുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അത്രയും, നമ്മളെപ്പോഴും പറയും കോമഡി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പോലല്ല. അത് കുറച്ചുകൂടി ഒരു ഇൻ്റലിജൻസ് വേണം. അത് അത്തരത്തിൽ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് പറയുന്ന ഓരോ വാക്കുകൾ, ഇപ്പോഴൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത പല ഇൻ്റർവ്യൂസിൻ്റെ ബൈറ്റുകളൊക്കെ പറഞ്ഞാൽ തന്നെ അത് നിങ്ങൾ കാണുന്നുണ്ടാവും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും എത്ര അർത്ഥവത്തായിട്ട്, ഇപ്പോഴിരുന്ന് ചിന്തിക്കുമ്പോൾ പോലും എത്ര അർത്ഥവത്തായിട്ടാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം എത്രത്തോളം ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, അതുല്യനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് എത്ര നല്ല ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാളികൾ മരിക്കുന്നിടം വരെ, മലയാള സിനിമയെ മറക്കുന്നിടം വരെ എന്നും എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി മാത്രമേ, അവരുടെ സങ്കടത്തോടു കൂടി മാത്രമേ ഇവിടെ നിൽക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു.